എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൺചട്ടിയിൽ വെച്ച നല്ല സ്വാദുള്ള ബീഫ് ഫ്രൈയും വീട്ടിലെ പൊറോട്ടയും തയ്യാറാക്കിയാലോ? മൺചട്ടിയിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല ഫ്രഷ് 1 കിലോ ബീഫ് അങ്ങോട്ട് എടുക്കാം. അതങ്ങോട്ട് ഇങ്ങനെ നീളത്തിലങ്ങോട്ട് കീറാം. എന്നിട്ട് കുറുകെ ചെറിയ ക്യൂബ്സായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് അതങ്ങോട്ട് നന്നായി കഴുകി ഒരു കിഴുത്തപാത്രത്തിൽ വെള്ളം പോകാനായിട്ട് വെക്കാം. ഇനി ഇറച്ചിക്ക് വഴട്ടാൻ ആവശ്യമായ 2 മീഡിയം സവോള, ഒരു കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് നല്ല ഫ്രഷ് കരിയാപ്പിലയും ചുമന്നുള്ളിയും. സവോള നമുക്ക് ഇങ്ങോട്ട് അരിഞ്ഞിങ്ങനെ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ഇടിയോറിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് നന്നായി ചതച്ചങ്ങോട്ട് എടുക്കാം. ചുമന്നുള്ളി അങ്ങോട്ട് പൊളന്നൊരു സൈഡിൽ വെക്കാം. വഴട്ടാനുള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മണമുള്ള മസാല തയ്യാറാക്കാനായി കുറച്ച് കറുവാപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം, ഗ്രാമ്പൂ എന്നിവ എടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചതച്ചെടുക്കാം. മസാലക്കൂട്ട് ഒരു പാത്രം ചൂടാക്കി അതിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. റോസ്റ്റ് ചെയ്ത മസാല കല്ലിലോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു നല്ല ഫ്രഷ് തേങ്ങ എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് അതിൻ്റെ പകുതി എടുത്ത് അതങ്ങോട്ട് പൂളി അതിനെ അങ്ങോട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞൊരു സൈഡിലോട്ട് വെക്കാം. നല്ല മൺചട്ടി അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. ഇനി അരിഞ്ഞു വെച്ച തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് വറക്കാം. വറുത്ത തേങ്ങ ചട്ടിയുടെ വശങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് ആ എണ്ണയിലോട്ട് നമ്മുടെ കടുക് അങ്ങോട്ടിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായിട്ട് വഴട്ടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ടൊന്ന് ഇളക്കാം. ഇനി മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വെള്ളം തോർന്ന ബീഫ് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇറച്ചി വേവാൻ പാകത്തിനുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നന്നായി അടച്ച് ചെറിയ തീയിൽ 1 മണിക്കൂർ അങ്ങോട്ട് കുക്ക് ചെയ്യാം. ഇനി തുറന്ന് ചതച്ച് വെച്ച കുരുമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ച മണമുള്ള മസാലയും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. നമ്മുടെ ചട്ടിയിൽ വെച്ച ബീഫ് കറി പരുവത്തിന് തയ്യാറായി. അങ്ങനെ താല്പര്യമുള്ളവർക്ക് കുറച്ചങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ചട്ടിയിൽ ബാക്കിയുള്ള ബീഫ് ഇങ്ങനെ മീഡിയം തീയിൽ നമുക്കിങ്ങനെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കാം.
ഇങ്ങനെ ചട്ടിയിൽ വറുത്തെടുക്കുന്ന ആ ബീഫിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്വാദാണ്. ഇനി നമ്മുടെ വറുത്ത ബീഫിൻ്റെ കോമ്പിനേഷനായ പൊറോട്ടയും ഉള്ളിയും അതുണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ബീഫ് കറി വെക്കുന്നതിന് മുമ്പേ പൊറോട്ടയുടെ ഡൗ തയ്യാറാക്കി വെക്കണം. പൊറോട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാനായി 500 ഗ്രാം മൈദ ഇങ്ങനെ നല്ല വൃത്തിയുള്ള പ്രതലത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്ക് 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. 100 മില്ലി പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗറും ചേർക്കാം. എന്നിട്ട് അതങ്ങോട്ട് പതുക്കെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നന്നായി കുഴക്കണേ. നന്നായി കുഴച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം പുറത്തെടുത്ത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. ഇങ്ങനെ ഉരുളകളാക്കിയത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒന്നെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി നമുക്ക് ഇങ്ങനെ വീശിയെടുക്കാം. അല്പം വെജിറ്റബിൾ ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയെടുത്ത് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വീശിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചപ്പാത്തിയുടെ റോളിംഗ് പിൻ ഉപയോഗിച്ച് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഒരു എളുപ്പ വഴി ഇങ്ങനെ റോളിംഗ് പിന്ന് കൊണ്ട് പരത്തി ഒരു പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് ചുരുട്ടി വെച്ച് പരത്തി പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് പൊറോട്ട ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പൊറോട്ടയ്ക്കുള്ള മാവെല്ലാം നല്ല ചുരുട്ടി റെഡിയാക്കി വെച്ചു. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി 2 സൈഡും മീഡിയം തീയിൽ നമുക്കങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്വാദ് കൂടും. നമ്മുടെ പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ഫ്ലേക്കി ആയിട്ട് വരാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ചെടുത്തിട്ട് ഇത് നോക്കുക, നല്ല അടിപൊളി ഫ്ലേക്സ് എല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ ചട്ടിയിൽ വറുത്തെടുത്ത ബീഫും സോഫ്റ്റ് പൊറോട്ടയും ഫേമസ് ഉള്ളി സലാഡും കൂടെ ഇങ്ങനെ ഒരു വാഴയിലയിലേക്ക് വച്ച് അങ്ങോട്ട് കഴിക്കാം. ഇനിയും വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.